ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആനും എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നിശ്ചിത വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കാനായിട്ടാണ് ദ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹു ഈസ് എ ഗേൾ സിറ്റിംഗ് ദെയർ. ഗേൾ എന്ന് മാത്രം പറയുമ്പോൾ അത് ഏത് പെൺകുട്ടി വേണമെങ്കിലും ആകാം. എന്നാൽ ഇവിടെ അവിടെ ഇരിക്കുന്ന പെൺകുട്ടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഗേളിനെ പോയിന്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് ദ ഗേൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ ബുക്ക് യു വാണ്ട് ഈസ് മിസ്സിംഗ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകം കാണുന്നില്ല. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകം കാണുന്നില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ ബുക്കിനെ മാത്രം പോയിന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ദ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾക്ക് മുൻപിൽ ദ ഉപയോഗിക്കുന്നു. അതായത് ദ സൺ, ദ മൂൺ, ദ സ്റ്റാർസ്, ദ എർത്ത്, ദ വേൾഡ്, ദ ഗ്ലോബ്, ദ യൂണിവേഴ്സ്, ദ സ്കൈ, ദ പോൾസ്, ദ ഇക്വേറ്റർ, ദ ഹൊറൈസോൺ, ദ ഗോഡ്സ്, ദ ഹെവൻസ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് സൺ, മൂൺ, സ്റ്റാർസ് എന്നിങ്ങനെയുള്ള പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾക്ക് മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിൽ ദ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹെവൻസ് എന്ന് പറയുമ്പോഴും നമ്മൾ മുന്നിൽ ദ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് വരും. അതായത് ഹെവൻ, ഹെൽ, നേച്ചർ, ഗോഡ്, സ്പേസ്, പാരഡൈസ് എന്നിവയ്ക്ക് മുൻപിൽ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹെവൻസും ഗോഡ്സും പറയുമ്പോൾ ദ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹെവൻ, ഗോഡ് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് മുന്നിൽ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഹെൽ, നേച്ചർ, സ്പേസ്, പാരഡൈസ് എന്നിവയ്ക്ക് മുന്നിലും ദ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി മറ്റൊരു കേസാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കും ദിനപത്രങ്ങൾക്കും മുൻപിൽ ദ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ദ ഖുറാൻ, ദ ഗീത, ദ എൻസൈക്ലോപീഡിയ, ദ ഹിന്ദു എന്നൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കും ദിനപത്രങ്ങൾക്കും മുൻപിൽ മസ്റ്റായിട്ടും ദ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി മറ്റൊരു കേസാണ് ഗ്രന്ഥകർത്താവിൻ്റെ പേരോട് കൂടി പുസ്തകങ്ങൾക്ക് മുൻപിൽ ദ ആവശ്യമില്ല. അതായത് ഒരു പുസ്തകം പറയുമ്പോൾ അത് ഇന്ന ഓതറിൻ്റെ പുസ്തകമാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഉദാഹരണത്തിന് ഷേക്സ്പിയേഴ്സ് ടെംപെസ്റ്റ്. ടെംപെസ്റ്റ് എന്ന പുസ്തകം ഷേക്സ്പിയറുടേതാണ്. ഷേക്സ്പിയറിൻ്റെ ടെംപെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ദ ടെംപെസ്റ്റ് എന്ന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഹോമേഴ്സ് ഇല്യാഡ്. ഹോമർ എഴുതിയതാണ് ഇല്യാഡ്. ഇല്യാഡിന് മുന്നിൽ ഇവിടെ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത റൂളാണ് റിവേഴ്സ്, കനാൽസ്, സീസ്, ഓഷ്യൻസ്, സ്ട്രേറ്റ്സ്, ഗൾഫ്സ് എന്നിവയ്ക്ക് മുൻപിൽ ദ യൂസ് ചെയ്യണം. അതായത് ദ നൈൽ, ദ സ്വേസ് കനാൽ, ദ അറേബ്യൻ സീ, ദ പസഫിക് ഓഷ്യൻ, ദ പാക് സ്ട്രേറ്റ്, ദ പേർഷ്യൻ ഗൾഫ് എന്നൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് റിവേഴ്സ്, കനാൽസ്, സീസ്, ഓഷ്യൻസ്, സ്ട്രേറ്റ്സ്, ഗൾഫ്സ് എന്നിവയ്ക്ക് മുൻപിൽ ദ മസ്റ്റായിട്ടും ഉപയോഗിച്ചിരിക്കണം. ഇനി മൗണ്ടൻ റേഞ്ചസ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്നിവയ്ക്ക് മുൻപിലും ദ ഉപയോഗിക്കണം. മൗണ്ടൻ റേഞ്ചസും ഐലൻഡുകളുടെ ഒരു സമൂഹം, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൻ്റെ മുൻപിലും ദ യൂസ് ചെയ്യണം. ഉദാഹരണത്തിന് ദ ആൽപ്സ്, ദ ഹിമാലയാസ്, ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു ദ്വീപ സമൂഹമാണ് അല്ലേ? അപ്പോൾ അതിന് മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. ഹിമാലയാസ് എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ റേഞ്ച് ആണ്. ഒരുപാട് പീക്സും കുന്നുകളും ഒക്കെ ഉള്ളതാണ് ഹിമാലയാസ്. സോ ഹിമാലയാസിന് മുൻപിലും ദ യൂസ് ചെയ്യണം. അതുപോലെ ആൽപ്സും ഒരു മൗണ്ടൻ റേഞ്ച് ആണ്. അപ്പോൾ ആൽപ്സിന് മുന്നിലും നമ്മൾ ദ യൂസ് ചെയ്യണം. എന്നാൽ ഒരു സിംഗിൾ ഐലൻഡിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മൗണ്ടൻ്റെയോ പീക്കിൻ്റെയോ ഹില്ലിൻ്റെയോ മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ശ്രീലങ്ക എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദ ശ്രീലങ്ക എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ശ്രീലങ്ക ഒരു സിംഗിൾ ഐലൻഡ് ആണ്. അതുപോലെ എവറസ്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ പീക്കാണ്. ആനമുടി ഒരൊറ്റ പീക്കാണ്. ഇവയുടെ മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട. അപ്പോൾ മൗണ്ടൈൻ്റെ മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട. എന്നാൽ മൗണ്ടൈൻ റേഞ്ചസിൻ്റെ മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. ഐലൻഡിൻ്റെ മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യേണ്ട. എന്നാൽ ഐലൻഡ്സിൻ്റെ മുൻപിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. മനസ്സിലായോ?
ഇനി അടുത്തത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മുൻപിൽ ദ യൂസ് ചെയ്യണം. ഒരു ഉദാഹരണത്തിന് ദ വയലിൻ. അതുപോലെ വിശ്വവിഖ്യാതമായ സ്മാരകങ്ങൾക്ക് മുൻപിലും ദ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ദ താജ്മഹൽ, ദ റെഡ് ഫോർട്ട് എന്നൊക്കെയാണ് പറയേണ്ടത്. ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് മുൻപിലും ദ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ദ എഡിറ്റർ, ദ പ്രസിഡന്റ്, ദ സെക്രട്ടറി അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഇനി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപിലും ദ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ദ റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ മാർക്കോണി എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ ഓർഡിനൽ നമ്പേഴ്സിന്റെ മുൻപിൽ ദ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ്, ദ സെക്കൻഡ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപിലും ദ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ഹി ഈസ് എ ബെസ്റ്റ് സ്റ്റുഡൻറ് ഇൻ മൈ ക്ലാസ്. ബെസ്റ്റ് എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ ഹി ഈസ് എ ബെസ്റ്റ് സ്റ്റുഡൻറ് ഇൻ മൈ ക്ലാസ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളും അതിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള റൂൾസും. സോ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.